അപ്പോൾ ഗൈസ് ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല കിട്ടിലൻ ഐറ്റം കേട്ടോ, സൂപ്പർ ഐറ്റം. ഒരു ചില്ലി ചിക്കൻ, നാടൻ ചില്ലി ചിക്കനാണ്. നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന നമ്മൾക്ക് ചൈനീസ് ചില്ലി ചിക്കനല്ല, നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ചില്ലി ചിക്കൻ, നല്ല കിട്ടിലൻ ചില്ലി ചിക്കൻ. അപ്പം നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഷെഫ് സജിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം, വാ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇത് നന്നായിട്ട് അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാവേ. നന്നായിട്ട് 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുക്കാം നമുക്ക്. ആ ബ്ലഡൊക്കെ നന്നായിട്ടൊന്ന് പൊക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ചിക്കൻ എല്ലാം സ്ട്രെയിൻ ചെയ്ത് വെള്ളമെല്ലാം പോയി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മസാല ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാവേ. അധികം വേണ്ട, കുറച്ച് മതിയേ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാവേ. ഇനി ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി കേട്ടോ. നമുക്ക് ചില്ലിക്ക് ഇച്ചിരി സ്പൈസി ഉള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഓൾറെഡി നമ്മൾ ചില്ലി ആക്കുമ്പോൾ മസാലയ്ക്കകത്ത് നമ്മൾ സാൾട്ട് ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അധികം സാൾട്ട് ഇടണ്ട, ചിക്കൻ അത്യാവശ്യമായിട്ടുള്ള സാൾട്ട് ഇട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. ഇപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ചില്ലി ആക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഓൾറെഡി ജിഞ്ചർ ഗാർലിക് ഇടുന്നുണ്ട്. എന്നാലും നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനകത്ത് ജസ്റ്റ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല ഞാൻ ചെയ്യുന്നത്, കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. തവ ഫ്രൈ പോണക്ക് അധികം ഓയിൽ ഒഴിക്കാതെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. അപ്പം ഞാൻ 2 ഓണിയൻ എടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം ഞാൻ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടൊക്കെ വലിയ പീസുകളായിട്ട്, ചില്ലി ചിക്കൻ അറിയാമല്ലോ, വലിയ പീസ് നമുക്ക് ഒരു സവോള നടുവേ കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ 4ആയിട്ട് വീണ്ടും കട്ട് ചെയ്ത് ആ ഒരു പരുവത്തിലുള്ള വലിയ പീസായിട്ട് കട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, വലിയൊരു ക്യാപ്സിക്കമാണേ. അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ചില്ലി ചിക്കനൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു പരുവത്തിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് നാടൻ ചില്ലി ചിക്കൻ ആയതുകൊണ്ട് അതിനകത്ത് ഒരു ടൊമാറ്റോ ഞാൻ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ പീസായിട്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പ് കേട്ടോ. നല്ല അടിപൊളി മല്ലിച്ചപ്പ്, ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് കഴുകി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രം ചെറുതായിരുന്നുകൊണ്ട് ഞാൻ ആ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കടായി ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ വലിയ കടായിലോട്ടിട്ട് മൊത്തം ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഒരു സൈഡ് ഏകദേശം ഒന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒത്തിരി എണ്ണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു കടായി വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചു. ഇനി നമുക്ക് മസാല അടിക്കാം കേട്ടോ. ചില്ലി ചിക്കനുള്ള മസാലകൾ, മസാല നമുക്ക് റെഡിയാക്കി എടുക്കാവേ. നമ്മുടെ കട്ടിങ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് ഗോൾഡൻ കളർ ആയതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ. പച്ചമുളക് ഞാനൊരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ളതാണ്. ചില്ലി ചിക്കൻ ആയതുകൊണ്ട് ഇച്ചിരി എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി കുറച്ച് എണ്ണ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒഴിച്ചിരുന്ന ആ എണ്ണ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൂടെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, ക്യാപ്സിക്കം
അത് നമുക്ക് ഒത്തിരി അങ്ങോട്ട് വാടണ്ട കേട്ടോ. ഓണിയനും ക്യാപ്സിക്കോടെ ഒരു കടിക്കാനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒത്തിരി വാടണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂണ് 2.5 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് മസാലയ്ക്കുള്ള ഉപ്പ്, ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി വേണം. പിന്നെ കുറച്ച് സോയാ സോസ്, ഒത്തിരി സോയാ സോസ് ആയിപ്പോലെ കളർ മാറിപ്പോവും. പിന്നെ ഉപ്പും ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോയാ സോസിന് കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ആ മസാലയെല്ലാം കൂടി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് ആ മസാല അങ്ങോട്ട് പിടിച്ചോളും. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. പെപ്പർ ഒത്തിരി ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി കേട്ടോ, ഒത്തിരി പൊടിഞ്ഞു പോലെ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നാടൻ ചില്ലി ചിക്കനാണ്. നമ്മുടെ ഹോട്ടലൊക്കെ നമുക്ക് കിട്ടുന്ന കണക്കത്തെ സോസൊക്കെ ഒഴിച്ചുള്ള ചില്ലി ചിക്കൻ അല്ല കേട്ടോ. ഇത് നാടൻ ചില്ലി ചിക്കൻ, നമ്മുടെ നാടൻ മസാലയിലൊക്കെ ചെയ്ത് തക്കാളിയും ക്യാപ്സിക്കും എല്ലാം ഇട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ ചില്ലി ചിക്കൻ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെ നമ്മൾ ഓൾറെഡി ഇത് തവ ഫ്രൈ കണക്ക് ഡീപ്പ് ഓയിൽ ഫ്രൈ അല്ല ചെയ്തത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ മസാലയുടെയും പെപ്പറിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. തവ ഫ്രൈ ഒക്കെ ചെയ്തുകൊണ്ട് കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇതുകൊണ്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.